മദ്യത്തിനും ലഹരിക്കും അടിമകളായ മക്കൾ മാതാപിതാക്കൾക്ക് തീരാ കണ്ണീരാണ്. മദ്യലഹരിയിൽ അച്ഛനെയും അമ്മയെയും ആക്രമിക്കും. ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല. തിരുവനന്തപുരം മാറനല്ലൂരിലെ ജയ എന്ന വീട്ടമ്മയെ മകൻ മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ വീട്ടിൽ നിന്നും ബഹളം കേട്ടതായി നാട്ടുകാർ പറയുന്നു. രാവിലെ അയൽവാസികൾ പോയി നോക്കിയപ്പോൾ വീട്ടമ്മ കിടപ്പുമുറിയിൽ മരിച്ചെന്ന്. മദ്യപാനിയായ മകൻ അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സംശയം. മകൻ ബിജു എന്ന് വിളിക്കുന്ന അപ്പുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാറനല്ലൂർ കൂവളശ്ശേരി അപ്പു നിവാസിൽ ജയയെ രാവിലെ 9:30 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസി ഇവരെ തിരക്കി വന്നപ്പോൾ കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. ജയയുടെ മകൻ ബിജു എന്ന് വിളിക്കുന്ന അപ്പു ഈ സമയം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ വാർഡ് മെമ്പറെയും മാറനല്ലൂർ പോലീസിനെയും വിവരമറിയിച്ചു. അപ്പു സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കാറുണ്ട് എന്നും ജയയെ മർദ്ദിക്കാറുണ്ട് എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ജയയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയം. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.